Nothing could delight me more than to see the women taking up her distinctive position in society. Nothing should hinder her progress, said bin Sultan Al Nahyan. ഇത് ഷെയ്ഖ് റാഷിദ് ബിൻ മക്തൂം, അതായത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ദുബായിലെ ഏറ്റവും മികച്ച ലൈബ്രറികളിൽ ഒന്നിൽ നടക്കുന്ന പത്രപ്രവർത്തക പ്രദർശനമാണ്. ആ പ്രദർശനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ അസംഖ്യം പത്രങ്ങളില്ല. നമ്മുടെ നാട്ടിലേതുപോലെ ഖലീജ് ടൈംസ്, ഗൾഫ് ന്യൂസ് തുടങ്ങിയ വലിയ ഇംഗ്ലീഷ് പത്രങ്ങൾ, അറേബ്യൻ പത്രങ്ങൾ വരെയുണ്ട്. കുറേ കാലം മലയാള പത്രങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയുണ്ടായിരുന്നു, മാതൃഭൂമി, മനോരമ, ഗൾഫ് മാധ്യമം ഇപ്പോഴും ഉണ്ട്. പത്രങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, സ്വരാജ് തുടങ്ങിയ പത്രങ്ങളൊക്കെ. പക്ഷേ ഈ പത്രങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഏകദേശം പ്രവാസ വാർത്തകളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഇപ്പോഴും ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ അതായത് ഖലീജ് ടൈംസ് ആണ് ഏറെക്കുറെ നന്നായിട്ട് വാർത്തകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ എക്സിബിഷനിൽ നമുക്ക് കാണാനുള്ളത് ആദ്യകാലം, ഇപ്പോൾ ദുബായ് അതിൻ്റെ ഒരു വാർഷികം 53ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിലുള്ള ഒരു എക്സിബിഷൻ കൂടിയാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യകാല പത്രപ്രവർത്തനം നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ആദ്യകാല പത്രങ്ങൾ, ചിത്രങ്ങൾ. അപ്പം വലിയൊരു സവിശേഷത ജേർണലിസം വിദ്യാർത്ഥികൾക്കായിട്ട് നൽകാനുള്ളത് വലിയ ചിത്രങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിലെ ആദ്യകാല പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രങ്ങൾ വളരെ കുറവാണ്, വാർത്തകളാണ് ഏറ്റവും കൂടുതൽ, വലിയ വാർത്തകളാണ്. പക്ഷേ ആദ്യകാലം മുതൽ ഗൾഫ് പത്രങ്ങളെ നമ്മൾ കാണുന്നത് ഈ വലിയ ചിത്രങ്ങളും ചെറിയ ഡിസ്ക്രിപ്ഷനുമാണ്. ഇപ്പോഴും അവർ ആ ശൈലി തന്നെ പിന്തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ജേർണലിസം രംഗത്തേക്ക് അറേബ്യൻ ലോകത്ത് നിന്ന് ധാരാളം വനിതകളും വരുമ്പോഴും അറേബ്യൻ ജേർണലിസം അതിൻ്റെ പുതിയ പാതയിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഈ എക്സിബിഷൻ.